മനോഹരമായ ഗാർഡനോട് കൂടിയ ദുബായിലെ വലിയൊരു കൊട്ടാരം കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആ പാലസിന് മുന്നിലെ മയിൽക്കൂട്ടങ്ങളെയും പാലസിന്റെ ഭംഗിയുള്ള രാത്രി കാഴ്ചകളും ഈ വീഡിയോയിൽ കാണാം. കൊട്ടാരത്തിന്റെ കാഴ്ചകൾക്ക് ശേഷം ലോകത്തിലെ വലിയ മാളുകളിലൊന്നായ ദുബായ് മാളിനുള്ളിലൂടെ നടന്ന് ബുർജ് ലേക്കിലേക്ക് പോകാം. മോളിനോട് ചേർന്ന ലേക്കിലെ രാത്രി കാഴ്ചകളും മ്യൂസിക്കിനൊപ്പം നൃത്തം ചെയ്യുന്ന ഫൗണ്ടന്റെ മനോഹര ദൃശ്യങ്ങളും നമുക്ക് ആസ്വദിക്കാം. കാണാം ദുബായ് ഷെയ്ഖിന്റെ കൊട്ടാരവും മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടനും. ദുബായിലെ സബീൽ ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഗംഭീരമായ ഒരു കൊട്ടാരം കാണാൻ വന്നതാണ്. സുഹൃത്തുക്കളായ സാലിക്കിയുടെയും അജ്മലിന്റെയും ഒപ്പമാണ് വന്നിരിക്കുന്നത്. ദുബായിലെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് ഈ കാണുന്ന സബീൽ പാലസ്. പ്രശസ്തമായ ദുബായ് ഫ്രെയിമിൽ നിന്ന് 7 കിലോമീറ്ററും ദുബായ് എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്ററും ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. അതുപോലെ ദുബായ് മാളിലേക്കും ബുർജ് ഖലീഫിലേക്കുമെല്ലാം ഈ പാലസിൽ നിന്നും അധികം ദൂരമില്ല. ദുബായ് ഭരണാധികാരിയും UAE പ്രധാനമന്ത്രിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിരവധി കൊട്ടാരങ്ങളിൽ ഒന്നാണ് ഇത്. പണ്ട് പൂർണ്ണമായും മണൽ മൂടിക്കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. എന്നാൽ ഇന്ന് ഈ പ്രദേശം ദുബായിലെ തന്നെ ഒരു സമ്പന്ന പ്രദേശമാണ്. 5 കുതിരകളുടെ പ്രതിമകളോടുകൂടിയ വലിയ പ്രവേശന കവാടമാണ് ദൂരെ നിന്നിങ്ങനെ കാണാനാകുക. കൊട്ടാരത്തിന് മുന്നിലെല്ലാം വളരെ ഭംഗിയോടെ പരിപാലിക്കുന്ന വലിയ ഗാർഡനാണ്. അതുപോലെ ചെറിയ വാട്ടർ ഫൗണ്ടനും ഭംഗിയോടെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന പുൽത്തകടിയും സൈഡിലായിട്ടൊക്കെയുള്ള ഈന്തപ്പനയുമൊക്കെ ഈ കൊട്ടാരത്തിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. ഈ കൊട്ടാരം പോലീസിൻ്റെ കനത്ത സുരക്ഷയിലാണ് നിലകൊള്ളുന്നത്. അതിനാൽ തന്നെ വിസിറ്റേഴ്സിന് പാലസിനകത്തേക്കൊന്നും കടക്കാൻ അനുമതിയില്ല. പ്രധാന ഗേറ്റിനടുത്തു വരെ പോകാനേ സാധിക്കൂ. ഇവിടെ പോലീസിൻ്റെ ജീവാഗൻ അടക്കമുള്ള വാഹനങ്ങളൊക്കെ കൊട്ടാരത്തിന് മുന്നിലായി തന്നെ കാണാം. ഇവിടെ ഗാർഡനിൽ നിറയെ മയിലുകളെയൊക്കെ കാണാം. നമ്മളിപ്പോൾ കാണുന്ന പാലസിന് തൊട്ടടുത്തായി തന്നെ മറ്റൊരു പാലസും കാണാം. അത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിൻ്റെ സഹോദരൻ്റെ വസതിയാണ്. ഇവിടം സന്ദർശിക്കാൻ ഒരുപാട് സഞ്ചാരികൾ ഇങ്ങോട്ടെത്താറുണ്ട്. രാത്രിയിൽ ലൈറ്റുകളൊക്കെ തെളിച്ചുള്ള കൊട്ടാരത്തിൻ്റെ കാഴ്ച മനോഹരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാത്രി കാഴ്ചകളുടെ വിഷ്വൽ കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. രാത്രി ഇവിടെ നിന്ന് നോക്കിയാൽ കളർഫുൾ ലൈറ്റുകളാൽ പൊതിഞ്ഞ ബുർജ് ഖലീഫ കാണാം. പാലസിൻ്റെ മുന്നിലെ ഈ ഭാഗത്തൊക്കെ നിലത്ത് കല്ല് പതിച്ചിരിക്കുന്നതിനിടയിൽ ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. അങ്ങനെ കൊട്ടാരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നും തിരിച്ചു. ഇനി പോകുന്നത് ദുബായ് ഫൗണ്ടൻ കാണാനാണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ദുബായ് മാളിലാണ്. ഈ മാളിലൂടെ വേണം ഫൗണ്ടൻ അടുത്തേക്ക് പോകാൻ. ദുബായ് മാളിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചയാണിത്. വലിയൊരു ദിനോസറിൻ്റെ അസ്ഥികൂടം. 15 കോടി വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരു ദിനോസറിൻ്റെ അസ്ഥികൂടമാണിത്. 80 അടി നീളവും 25 അടി ഉയരവുമുണ്ട് ഈ ഫോസിലിന്. 2014 ഇതിവിടെ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയത്. നീണ്ട വാലും നീണ്ട കഴുത്തും ചെറിയ തലയുമൊക്കെയുള്ള ഈ ദിനോസർ ഡിപ്ലോഡോക്കസ് ലോംഗസ് എന്ന ഇനത്തിൽപ്പെടുന്നതാണ്. US വ്യോമിങ്ങിലാണ് ഈ ഫോസിൽ കണ്ടെത്തുന്നത്. തുടർന്ന് അബുദാബി ഇത്തിഹാദ് മോഡേൺ ആർട്ട് ഗാലറിയുടെ രക്ഷാധികാരി ഖാലിദ് സിദ്ദിഖിന്റെ അഭ്യർത്ഥന പ്രകാരം പിന്നീട് ദുബായിലേക്ക് എത്തിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചുനേരം സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ആ അത്ഭുത കാഴ്ചയും കണ്ടങ്ങനെ നിന്നു. ഇനി മാളിനുള്ളിലൂടെ നടന്നു വേണം ഫൗണ്ടൻ അടുത്തേക്ക് പോകാൻ. അതിഗംഭീരമായി ഒരുക്കിയിരിക്കുന്ന ദുബായിലെ ഏറ്റവും വലിയ ഒരു മാളാണ് ദുബായ് മാൾ. 12 മില്യൺ ചതുരശ്ര അടിയാണ് ലോകത്തിലെ വലിയ മാളുകളിൽ ഒന്നായ ഈ മാളിൻ്റെ വലിപ്പം.
$20 ബില്യൺ ഡൗൺ ടൗൺ ദുബായ് എന്ന് വിളിക്കപ്പെടുന്ന ഡൗൺ ടൗൺ കോംപ്ലക്സിന്റെ ഭാഗമാണ് ഈ മാൾ. ഓരോ വർഷവും ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഈ മാൾ കാണാനായി ഇങ്ങോട്ടെത്തുന്നത്. ബ്രാൻഡഡ് ഷോറൂമുകളുടെയൊക്കെ വലിയൊരു നിര തന്നെയുണ്ട് ഇവിടെ. ഈ മാളിനകത്തുള്ള ദുബായ് അക്വേറിയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഈ അക്വേറിയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ദുബായ് മാളിനകത്ത് നിന്നുമുള്ള ഫൗണ്ടൻ്റെ കാഴ്ചയാണിത്. ദുബായ് റിയൽ എസ്റ്റേറ്റ് കമ്പനി MR പ്രോപ്പർട്ടീസിൻ്റെ വമ്പൻ കെട്ടിടങ്ങളും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാം. ഈ കാണുന്നത് ബുർജ് ഖലീഫയാണ്. മാളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ കെട്ടിടം നിലകൊള്ളുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിലകളുള്ള ബിൽഡിംഗ് കൂടിയാണിത്. ദുബായ് ഫൗണ്ടന്റെ രാത്രി കാഴ്ചകൾ കാണാനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നേരം സന്ധ്യയായിരിക്കുന്നു. ഇനി നമുക്ക് ഫൗണ്ടന്റെ കാഴ്ചകളിലേക്ക് പോകാം. ചുറ്റുപാടും ലൈറ്റുകളൊക്കെയായി ലേക്ക് പകൽ കാണുന്നതിനേക്കാളും മനോഹരമായിരിക്കുന്നു. UAE-യിലെ ദുബായ് ഡൗൺ ടൗണിന്റെ മധ്യഭാഗത്തായി 30 ഏക്കർ സ്ഥലത്താണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ കൃത്രിമ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊറിയോഗ്രാഫിക് ഫൗണ്ടൻ സംവിധാനമാണ് ദുബായ് ഫൗണ്ടൻ. ഈ തടാകത്തിന്റെ സൈഡിലായാണ് ബുർജ് ഖലീഫയുമുള്ളത്. ഈ സമയത്ത് ഇവിടെ വന്നാൽ ലൈറ്റപ്പ് ചെയ്ത് ഗംഭീരമാക്കിയ ബുർജ് ഖലീഫ അടുത്ത് നിന്ന് കാണാം. ഇതും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. മ്യൂസിക്കിനനുസരിച്ച് വെള്ളം മുകളിലേക്ക് ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. നല്ല രസമാണ് പാട്ടിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഫൗണ്ടൻ കാണാൻ. കാലിഫോർണിയയിലെ വാട്ടർ ഫീച്ചർ ഡിസൈൻ സ്ഥാപനമായ വെറ്റ് ഡിസൈനാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 800 മില്യൺ ദിർഹം ചെലവഴിച്ചാണ് ഈ ഫൗണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മൂല്യം നോക്കുമ്പോൾ 1800 കോടിക്ക് മുകളിൽ വരും ഇത്. ഈ ലേക്കിൽ നമുക്ക് വേണമെങ്കിൽ ബോട്ടിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഫൗണ്ടൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ചു നടക്കുകയാണിപ്പോൾ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.